വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമ്മോടിങ്ങനെ പറയുന്നു, ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ദൈവവചനം നമ്മെ ചുമതലപ്പെടുത്തുന്നത്. നാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി പ്രബോധിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. റോമർ 10:14-17 വരെ ഇങ്ങനെ ചോദിക്കുന്നു, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. എല്ലായിടത്തും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവഹിതം. എഹെസ്കേൽ 33:11 ഇങ്ങനെ വചനം പറയുന്നു, എന്നാണേ ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവിൻ, നിങ്ങൾ എന്തിനു മരിക്കുന്നുവെന്ന് അവരോട് പറയുക. ഇത് വിളിച്ചു പറയുന്നതിന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. എന്നാൽ കർത്താവ് ഇത്രയും കൂടി അവരോട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കേൾക്കുന്നവരെല്ലാവരും കേട്ടനുസരിക്കുമെന്ന് കർത്താവിനും അഭിപ്രായമൊന്നുമില്ലായിരുന്നു. പക്ഷേ പറയാനുള്ളത് പറഞ്ഞേ തീരൂ. അത് പറയുന്നതിന് നമ്മെ കർത്താവ് കൃത്യമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതുകൊണ്ട് അറിഞ്ഞിടത്തോളം സത്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിന് ഉത്സാഹിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.